Welcome back to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic statutory provisions concerning discipline. So we already discussed the term discipline. Like discipline means the orderliness or the absence of disorder or confusion, human behavior and action. So or it may be the deal that the employee behavior in an orderly and a responsible manner. So we know what is discipline. So today we are discussing the statutory provisions concerning discipline. Let's see what are these statutory provisions. There are three statutory provisions concerning discipline, that is Industrial Employment Act 1946, or we can say Industrial Employment Standing Orders Act 1946, and second is Industrial Dispute Act 1947, and the third is the Payment of Wages Act 1936. So let's see, the first is Industrial Employment Act 1946. So this act requires employers in specified industrial establishment to define precisely the conditions of employment, including the rules of discipline and procedure for punishment and for indiscipline, and also make them known to the workmen. So here the Industrial Employment Act 1946 says that it requires employer in a specified industrial establishment to define precisely the conditions of employment, including the rules of discipline and procedure for the punishment of indiscipline, and it should be known to the workmen. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓർഡർ, ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിലനിൽക്കുന്ന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന നിലനിൽക്കുന്ന ഓർഡേഴ്സ് അത് പ്രിസൈസായിട്ട് ഒരു എംപ്ലോയർ ആരെ അറിയിച്ചിരിക്കണം, എംപ്ലോയിയെ അറിയിച്ചിരിക്കണം. സോ ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഡിസിപ്ലിൻ, ആ ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന അവരുടെ റൂൾസുകൾ അല്ലെങ്കിൽ ഡിസിപ്ലിൻ എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അവർ പാലിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിന് വയലേറ്റ് ചെയ്താൽ, അത് ഇൻഡിസിപ്ലിൻ ആയാൽ അതിനുള്ള പണിഷ്മെൻറ്റ് എന്താണ്. നമ്മൾ മേജർ ആൻഡ് മൈനർ പണിഷ്മെൻറ്റ്സ് പഠിച്ചു. അപ്പോൾ ഇതിനുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ എംപ്ലോയർ ആരെ അറിയിച്ചിരിക്കണം, മേക്ക് ദം നോൺ ടു ദി വർക്ക്മാൻ, ഒരു എംപ്ലോയിയെ അറിയിച്ചിരിക്കണം. സോ എമംഗ് അതർ മാറ്റേഴ്സ്, ഇനി അത് കൂടാതെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഡിഫൈൻ ഡിസിപ്ലിനറി ആക്ഷൻസ് ഫോർ മിസ്കണ്ടക്ട് or act of omission which constitute misconduct or various forms of punishments, or every act of indiscipline is called a misconduct. ഒരു misconduct, മോശമായ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എവറി ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ, നമ്മുടെ ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഒരു മിസ്കോണ്ടാക്ട് എന്ന് പറയാം. അപ്പം ഒരു ആക്ടിൽ, അതായത് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ടിൽ പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എന്താണെന്ന് അവരെ അറിയിക്കുക, അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ എന്താണെന്ന് അറിയിക്കുക, ഇൻഡിസിപ്ലിൻ ആയാൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ടെന്ന് അറിയിക്കുക, പിന്നെ അതിൻ്റെ പണിഷ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, മൈനർ ആൻഡ് മേജർ പണിഷ്മെൻറ്റ്സ് എന്താണെന്ന് എംപ്ലോയീസിനെ അറിയിച്ചിരിക്കണം. സോ എവറി ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ ഇസ് കോൾഡ് മിസ്കോണ്ടക്ട്. അപ്പം എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏത് തരം ഇൻഡിസിപ്ലിനെയും അവർ മിസ്കോണ്ടാക്റ്റ് ആയിട്ട് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസൊബീഡിയൻസ് ഓർ വിൽഫുൾ ഇൻസബോർഡിനേഷൻ, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആവാം, അല്ലെങ്കിൽ വിൽഫുൾ ഡാമേജ് ഓർ ലോസ് ഓഫ് എംപ്ലോയേഴ്സ് ഗുഡ്സ് ഓർ പ്രോപ്പർട്ടി. ഇല്ല, അപ്പോൾ എക്സാമ്പിളായിട്ട് ഒന്നെന്താണ്, മര്യാദ ഇല്ലാത്തൊരു പെരുമാറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഒരു തെഫ്റ്റ്, മോഷണം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു വിൽഫുൾ ഡാമേജ്, അതായത് മനഃപൂർവ്വമായിട്ട് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഗുഡ്സോ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും നശിപ്പിക്കുക. അപ്പോൾ ഇതിനെല്ലാം തന്നെ എന്താണ്, നമുക്കൊരു മിസ്കോണ്ടാക്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ലേറ്റ് ആയിട്ട്, സ്ഥിരമായിട്ട് തന്നെ ലേറ്റ് ആവുന്ന ഒരു വ്യക്തി ഓഫീസിൽ ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതെല്ലാം തന്നെ എന്താണ്, ഒരു അതൊരു ദുശീലമാവാൻ, ഒരു ഇൻഡിസിപ്ലിൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഇതെല്ലാം തന്നെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എംപ്ലോയർ അറിയിച്ചിരിക്കണം. അതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനിൽ. അപ്പം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ കൺസേണിങ് ഡിസിപ്ലിനിൽ ഫസ്റ്റ് പറഞ്ഞ ആക്ട് എന്താണ്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് 1946, ഓർ വി ക്യാൻ സേ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946. Second, we can say the Industrial Dispute Act 1947. We already discussed so many series in this topic. So
Under Section 11, subsection A of this law, a labor court, labor tribunal, or a national tribunal can set aside the order of discharge or dismissal of an employee. So, in case of protected workman, prior permission for dismissal or discharge is essential. So, these protected workmen are trade union officer who are declared as such to save them being victimized for raising the dispute. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. സോ അണ്ടർ സെക്ഷൻ 11 സബ്സെക്ഷൻ എ of this law means Industrial Dispute Act 1947. A labor court or a labor tribunal or a national tribunal can set aside the order of discharge or dismissal of an employee. അപ്പം ഈ മൂന്ന് വ്യക്തികൾ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ടോപ്പിക്കിൽ. ഇപ്പോൾ ഒരു ലേബർ കോർട്ട് ആകാം, ലേബർ ട്രിബ്യൂണൽ ആവാം, നാഷണൽ ട്രിബ്യൂണൽ ആകാം. ഈ മൂന്ന് കൂട്ടർക്കും എന്ത് ചെയ്യാം? ഒരു എംപ്ലോയിനെ ഓർഗനൈസേഷൻ ഡിസ്ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അതായത് സെക്ഷൻ 11 സബ്സെക്ഷൻ എ പ്രകാരം പറയുന്നതാണ് ഈ മൂന്ന് കൂട്ടർക്കും എന്താണ് അതിനുള്ള ഓർഡർ അല്ലെങ്കിൽ അവർക്കൊരു അവകാശമുണ്ട്. സോ ഇൻ കേസ് ഓഫ് പ്രൊട്ടക്റ്റഡ് വർക്ക്മാൻ, ഇനി പ്രൊട്ടക്റ്റഡ് വർക്ക്മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ട്രേഡ് യൂണിയൻ ആണ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിലെ മെമ്പറാണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബെയറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എന്താണ്? ട്രേഡ് യൂണിയൻ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോ ദ പ്രൊട്ടക്റ്റഡ് വർക്ക്മാൻ പ്രയർ പെർമിഷൻ ഫോർ ഡിസ്മിസൽ ഓഫ് ചാർജസ് എസെൻഷ്യൽ. ഇപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് വർക്ക്മാൻ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? മുൻകൂട്ടി ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെർമിഷൻ അത് ആരെ അറിയിക്കണം? ട്രേഡ് യൂണിയൻസിനെ അറിയിച്ചിരിക്കണം. സോ ദാറ്റ് there is protected workmen at trade union officer who are declared as to such to save them being victimized for raising the dispute. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രേഡ് യൂണിയൻ എന്ത് ചെയ്യാം? അവരെ വിക്ടിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അതിന് ഇരയാക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും? ഒരു അപ്പോൾ ട്രേഡ് യൂണിയൻ മെമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ഈ ലേബർ കോർട്ട്, നാഷണൽ ട്രിബ്യൂണൽ അല്ലെങ്കിൽ ലേബർ ട്രിബ്യൂണൽ they have set aside the order of discharge അല്ലെങ്കിൽ ഡിസിപ്ലിൻ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ റിഗാർഡിംഗ് ഡിസിപ്ലിനിൽ സെക്കൻഡ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം മൂന്ന് വ്യക്തികൾ ആരൊക്കെയാണ്? ലേബർ കോർട്ട്, ലേബർ ട്രിബ്യൂണൽ, നാഷണൽ ട്രിബ്യൂണൽ. അവർക്ക് എന്ത് ചെയ്യാം? they set aside the order of discharge or dismissal of an employee. And the third is the Payment of Wages Act 1936. That is, Section 8 of this law places restriction on the imposition of fines on an accused employee. ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ഓഫ് വേജസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയില്ലേ, അവരുടെ ശമ്പളം എന്ന് പറയുന്ന ഒരു ആക്ടിലെ അവരുടെ വേജസ് എത്ര ആയിരിക്കണം, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം, പീസ് റേറ്റ് ആണോ ടൈം റേറ്റ് ആണോ, അപ്പോൾ ഇതൊക്കെ കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഈ വേജസ് ഓഫ് പേയ്മെൻറ്റ് ആക്ട് 1936 പ്രകാരം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ചാണ് ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യേണ്ടത്? അവർക്ക് വേജസ് കൊടുക്കുന്നത്. സോ സെക്ഷൻ 8 ഓഫ് ദിസ് ലോ പ്ലേസ് റെസ്ട്രിക്ഷൻ ഓൺ ദി ഇമ്പോസിഷൻ ഓഫ് ഫൈൻ. അപ്പം സെക്ഷൻ 8 ഈ ആക്ടിൽ തന്നെ സെക്ഷൻ 8 പറയുന്നുണ്ട് ഒരു എംപ്ലോയി ഇൻഡിസിപ്ലിൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ പേജസിൽ നിന്നുള്ള ഫൈൻ എങ്ങനെ ഈടാക്കണം, എങ്ങനെ ഇമ്പ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ളൊരു എംപ്ലോയി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേജസ് ഫുള്ള് കൊടുക്കണോ അതോ അതിൻ്റെ വിത്ത് ഹെൽഡ് ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ദിവസത്തെ കൊടുത്താൽ മതിയോ? അപ്പം എന്താണ് ആ കണ്ടീഷൻ എന്നുള്ളത് സെക്ഷൻ 8 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 പ്രകാരം they can restriction on the imposition of fine on an accused employee. So these are the three statutory provisions regarding discipline. That is, the Indian law on discipline constitute the following provisions. That is, Industrial Employment Standing Order Act 1946 or the Industrial Dispute Act 1947 and the Payment of Wages Act 1936. So here the first Industrial Employment Act 1946 says that the employer is in specified industrial establishment define precisely the condition of employment including the rules of discipline and procedure for punishment of indiscipline and also make them known to the workman. And so every act of indiscipline is called misconduct. Example, disobedience or a willful insubordination or willful damage or loss of employer's goods or property or a theft, fraud, etc. So these are the major act of misconduct. And the second we say
Industrial Dispute Act 1947. Here we say is that under section 11 subsection of this law, a labor court, labor tribunal or a national tribunal can set aside the order of discharge or dismissal of an employee. And the third is the Payment of Wages Act 1936. Here also we says that section 8 of this law places restrictions on the imposition of fine on an accused employee. So clear with the three provisions. So this is an important one. So prepare well, learn well. This is the end of today's section. Thank you.